ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ച ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുന്നത് വരെ ഒന്ന് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എല്ലാ മസാലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. മസാലപ്പൊടികൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ബീഫ് വെച്ചാണ് ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ബീഫ് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്ത ബീഫ് നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മസാലയും ബീഫും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മസാല എല്ലാം വഴറ്റിയെടുക്കാൻ. നമ്മുടെ ബീഫിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഈ ഒരു മസാല കൂടി നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിനായിട്ട് വേണ്ടത് ഒരു സമൂസ ഷീറ്റാണ്. ആ സമൂസ ഷീറ്റ് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് നീളത്തിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സിൽ നിന്നും 1 സ്പൂൺ ഫില്ലിങ്സ് എടുത്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഫില്ലിങ്സ് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സമൂസ ഷീറ്റിൻ്റെ ഒരറ്റം പിടിച്ച് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. റോൾ ചെയ്യുമ്പോൾ സ്റ്റിക്കിയായി നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഒരു കത്തി വെച്ച് സമൂസ ഷീറ്റിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു സമൂസ ഷീറ്റ് വെച്ച് നമുക്ക് 2 റോൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ബീഫ് ഫിംഗർ റോൾ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് മുറിച്ചെടുത്ത സമൂസ ഷീറ്റിൻ്റെ മറ്റേ പീസിലും ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷീറ്റ് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റായി തന്നെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുമ്പോൾ ഷീറ്റിൻ്റെ എൻഡ് വരുന്ന സ്ഥലത്ത് ഒന്നുകൂടി വെള്ളം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വേണം സ്റ്റിക്കിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് അടുത്ത റോളും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അടുത്ത സമൂസ ഷീറ്റും ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു അറ്റത്ത് ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്കായി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അങ്ങനെ നമ്മുടെ എല്ലാ ബീഫ് ഫിംഗർ റോൾസും ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. സമൂസ ഷീറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഈ റോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഈ റോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കണം. നമ്മുടെ ബീഫ് ഫിംഗർ റോൾസിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. സമൂസ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു ഫിംഗർ റോൾ തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ ഈസിയായി തന്നെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ബാക്കിയുള്ള ഫിംഗർ റോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫിംഗർ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.